DNA പെൻ ഹോൾഡർ. മിനുസമുള്ള മാഗസിനുകൾ വീട്ടിലുണ്ടെങ്കിൽ അവ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദപരമായ പെൻ ഹോൾഡർ നിർമ്മിക്കുവാൻ കഴിയും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ലക്ഷ്യങ്ങൾ: ഈ പാഠാവസാനം നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. DNA പെൻ ഹോൾഡർ നിർമ്മിക്കുന്നതിനാവശ്യമുള്ള ഉപകരണങ്ങളും വസ്തുക്കളും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. DNA പെൻ ഹോൾഡർ നിർമ്മാണം പഠിക്കുക. DNA പെൻ ഹോൾഡർ നിർമ്മിക്കുവാൻ നമുക്കൊരു കത്രിക മാത്രം മതിയാകും. DNA പെൻ ഹോൾഡർ നിർമ്മിക്കുവാൻ ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. മിനുസമുള്ള മാഗസിൻ പേപ്പറുകൾ, പശ, പേപ്പർ റോളിംഗ് സ്റ്റിക്ക്, 3 ഇഞ്ച് × 3 ഇഞ്ച് അളവുകളുള്ള 2 കാർഡ്ബോർഡ് കഷ്ണങ്ങൾ. DNA പെൻ ഹോൾഡർ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. നടപടി 1. മാഗസിനിൽ നിന്നും ഒരു പേപ്പർ മുറിച്ചെടുക്കുക. മിനുസമുള്ള മാഗസിനിൽ നിന്നും ഒരു മാഗസിൻ പേപ്പർ മുറിച്ചെടുക്കുക. നടപടി 2. പേപ്പറിനെ രണ്ടായി മുറിക്കുക. പേപ്പറിനെ രണ്ടായി മടക്കി കുത്തനെ 2 ഭാഗങ്ങളായി മുറിക്കുക. നടപടി 3. മാഗസിൻ പേപ്പറിനെ ചുരുട്ടിയെടുക്കുക. ഇവിടെ കാണിക്കുന്നത് പോലെ ഒരു റോളിംഗ് സ്റ്റിക്ക് എടുത്ത് ചരിച്ച് പേപ്പറിന്റെ ഒരു കോണിൽ വെക്കുക. വടിയോടൊപ്പം പേപ്പറിനെ ചുരുട്ടുക. പേപ്പറിന്റെ ഒരറ്റത്ത് പശയിട്ട് ഒട്ടിക്കുക. ഇനി റോളിംഗ് സ്റ്റിക്കിനെ പുറത്തെടുക്കുക. ഇതുപോലെ 50 മാഗസിൻ സ്റ്റിക്കുകൾ ഉണ്ടാക്കുക. നടപടി 4. 2 കാർഡ്ബോർഡുകളുടെയും 4 കോണുകളും മുറിക്കുക. 3 × 3 ഇഞ്ചുള്ള 2 കാർഡ്ബോർഡുകളുടെയും 4 കോണുകളും ഇവിടെ കാണിക്കുന്നത് പോലെ മുറിക്കുക. നടപടി 5. ഒരു കാർഡ്ബോർഡ് കഷ്ണത്തെ മാഗസിൻ പേപ്പറിൽ ഒട്ടിച്ച ശേഷം മാഗസിൻ പേപ്പറിനെ മുറിക്കുക. 4 × 4 ഇഞ്ചുള്ള കാർഡ്ബോർഡിനെ മാഗസിൻ പേപ്പറിന്റെ മധ്യത്തിൽ ഒട്ടിക്കുക. ഇവിടെ കാണിക്കുന്നത് പോലെ പേപ്പറിന്റെ കോണുകൾ മുറിക്കുക. നടപടി 6. ഓരോ കോണിലും ചുരുട്ടിയെടുത്ത മാഗസിൻ പേപ്പർ ഒട്ടിക്കുക. ഇവിടെ കാണിക്കുന്നത് പോലെ ഓരോ കോണുകളിലും ചുരുട്ടിയെടുത്ത മാഗസിൻ പേപ്പർ 4 എണ്ണം ഒട്ടിക്കുക. ചുരുട്ടിയെടുത്ത ഒരു മാഗസിൻ പേപ്പറിന് മുകളിൽ അടുക്കായി ചുരുട്ടിയ മാഗസിൻ പേപ്പർ ഒരെണ്ണം കൂടെ ഒട്ടിക്കുക. നടപടി 7. 3 × 3 ഇഞ്ച് കാർഡ്ബോർഡ് ആദ്യത്തെ കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. 3 × 3 ഇഞ്ച് കാർഡ്ബോർഡ് ആദ്യത്തെ കാർഡ്ബോർഡിന്റെ മുകളിൽ ഒട്ടിക്കുക. നടപടി 8. 3 × 3 ഇഞ്ച് കാർഡ്ബോർഡിന് മുകളിൽ മാഗസിൻ പേപ്പർ ഒട്ടിക്കുക. 3 × 3 ഇഞ്ച് കാർഡ്ബോർഡിൽ മാഗസിൻ പേപ്പർ ഓരോന്നായി ഒട്ടിക്കുകയും അടുക്കടുക്കായി യോജിപ്പിച്ച് ഒട്ടിക്കുകയും ചെയ്യുക. നടപടി 9. ചുരുട്ടിയ മാഗസിൻ പേപ്പറുകൾ മടക്കി ബാസ്ക്കറ്റ് ഉണ്ടാക്കുക. ചുരുട്ടിയ 5-ാമത്തെ മാഗസിൻ പേപ്പറിൽ നിന്നും തുടങ്ങുക. ഇവിടെ കാണിക്കുന്നത് പോലെ ചുരുട്ടിയ മാഗസിൻ പേപ്പറിനെ മടക്കുക.
സ്റ്റിക്ക് ചെറുതാകുമ്പോൾ അല്പം പശ തേച്ച് പുതിയ സ്റ്റിക്കുകൾ ഒട്ടിക്കുക. DNA പെൻ ഹോൾഡറിന് നിങ്ങൾ ഉദ്ദേശിച്ച വലുപ്പമാകുമ്പോൾ അധികമുള്ള മാഗസിൻ സ്റ്റിക്കുകൾ മുറിച്ചു കളയുക. അറ്റത്ത് പശ തേച്ച് അടുത്ത സ്റ്റിക്ക് എടുത്ത് ഒട്ടിക്കുക. അവസാനത്തെ സ്റ്റിക്ക് എത്തുന്നത് വരെ ഇതേ നടപടി തുടരുക. അവസാനത്തെ സ്റ്റിക്കിനെ വലുപ്പത്തിനനുസരിച്ച് മുറിച്ച് അല്പം പശ തേക്കുക. അധികം വരുന്ന ഭാഗങ്ങൾ മുറിച്ചു കളയുക. അവസാനമായി വെള്ളം കടക്കാത്ത വിധത്തിലാക്കാൻ പെൻ ഹോൾഡറിനെ വാർണിഷ് ചെയ്യുക. ഇതോടെ ഈ അധ്യായം അവസാനിക്കാൻ പോകുന്നു. പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. DNA പെൻ ഹോൾഡർ നിർമ്മിക്കാൻ നമ്മൾ പഠിച്ചു. അതിനുവേണ്ട നടപടികൾ ക്രമത്തിൽ നമുക്കൊന്നുകൂടി നോക്കാം. നടപടി 1. മാഗസിനിൽ നിന്നും ഒരു പേപ്പർ മുറിച്ചെടുക്കുക. നടപടി 2. പേപ്പറിനെ രണ്ടായി മുറിക്കുക. നടപടി 3. മാഗസിൻ പേപ്പറിനെ ചുരുട്ടിയെടുക്കുക. നടപടി 4. 2 കാർഡ്ബോർഡുകളുടെയും 4 കോണുകളും മുറിക്കുക. നടപടി 5. ഒരു കാർഡ്ബോർഡ് കഷ്ണത്തെ മാഗസിൻ പേപ്പറിൽ ഒട്ടിച്ച ശേഷം മാഗസിൻ പേപ്പറിനെ മുറിക്കുക. നടപടി 6. ഓരോ കോണിലും ചുരുട്ടിയെടുത്ത മാഗസിൻ പേപ്പർ ഒട്ടിക്കുക. നടപടി 7. 3x3 ഇഞ്ച് കാർഡ്ബോർഡ് ആദ്യത്തെ കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. നടപടി 8. 3x3 ഇഞ്ച് കാർഡ്ബോർഡിന് മുകളിൽ മാഗസിൻ പേപ്പർ ഒട്ടിക്കുക. നടപടി 9. ചുരുട്ടിയ മാഗസിൻ പേപ്പറുകൾ മടക്കി ബാസ്ക്കറ്റ് ഉണ്ടാക്കുക. മിനുസമുള്ള മാഗസിനുകൾ ഉപയോഗിച്ച് DNA പെൻ ഹോൾഡർ നിർമ്മിക്കുന്നതെങ്ങനെയെന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നന്ദി.